ഒരു 9:30 മണിയായി ഒരു കാറെങ്കിലും ഒന്ന് കാണാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് വിജനമാണ്. അതായത് കടലിൻ്റെ അടിയിലോട്ട് ഇറങ്ങുകയാണ്. കടലിൻ്റെ അടിയിലേക്ക് ഒരു 3.5 കിലോമീറ്റർ അങ്ങ് ഇറങ്ങാം. അപ്പം നമ്മൾ ഭയങ്കര തണുപ്പ് അതിൻ്റെ അകത്ത്. അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കടൽവെള്ളമാണ്. എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിച്ചൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? ഇവർ ഒരു ദിവസം ATM-ൽ കിടന്നുറങ്ങേണ്ടി വന്നു. കാരണം ഇവർക്ക് ഹോട്ടൽ കിട്ടിയില്ല. വേറെ ദിവസം പെട്രോൾ പമ്പിൽ കയറി കിടക്കാൻ നോക്കി. പക്ഷേ തണുപ്പ് കാരണം അവർക്ക് കിടക്കാൻ പറ്റില്ല. 2 സ്ഥലത്താണ് ഞങ്ങൾ കപ്പൽ കയറിയത്. ജർമ്മനിയിലെ റോസ്റ്റോക്കിൽ നിന്ന് ജഡ്സർ എന്ന് പറയുന്ന ഡെൻമാർക്കിലെ സ്ഥലത്തേക്ക്. കഴുത്തിൽ നല്ല ഒരു കോളറൊക്കെ ഇട്ട് ഇവൻ വണ്ടിയൊന്നും വന്നു കഴിഞ്ഞാൽ മാറില്ല. അവൻ റോഡിൽ നിന്ന് എടുക്കാൻ നിൽക്കും. വണ്ടികൾ അവിടെ നിർത്തി കൊടുത്തോണം. അവന് ഇഷ്ടമുള്ളപ്പോൾ അവൻ മാറും. നിങ്ങൾ ഈ വലിയ കരുതലോടുകൂടി വഴിയിൽ വണ്ടി നിർത്തി കൊടുത്ത ആ കക്ഷിയെ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ രസമാണ്. പക്ഷെ നിങ്ങൾ ഫിൻലൻഡിൽ ചെല്ലുമ്പം ബിവെയർ ഓഫ് മസ്കിറ്റോസ്. അവിടെ കൊതുക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മൾ മനസ്സിൽ പറഞ്ഞു, പിന്നെ കൊച്ചിയിൽ നിന്ന് വരുന്ന നമുക്ക് അവിടെ കൊതുക്. ഒരു 2 മിനിറ്റും കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് വളരെ ചെറിയ കൊതുക്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു കൊതുക് എൻ്റെ ആക്രമണം നേരിട്ടില്ല. നോർത്ത് കേപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ലോകത്തിൽ മനുഷ്യന് എത്തിപ്പെടാവുന്ന ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിൻ്റാണ് ഈ നോർത്ത് കേപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക് ഓഷൻ ആണ്. ഒരു ഇവൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചിലവ് വരും? ഇത് രഹസ്യമാണ്. കാരണം എൻ്റെ ഭാര്യയൊന്നും ഇത് കേൾക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. ഭാര്യ ഒരിക്കലും കേൾക്കില്ല. യൂറോപ്പിലെ 8 രാജ്യങ്ങളിലൂടെ 4000 കിലോമീറ്റർ ഏതാണ്ട് 19 ദിവസം കൊണ്ട് സൈക്കിൾ ചവിട്ടി വിജയിയായ ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മോടൊപ്പം ഫേസ് ടു ഫേസിൽ, ശ്രീ ഫെലിക്സ് അഗസ്റ്റിൻ. ഇതിനിടയ്ക്കുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഈ സൈക്കിൾ ട്രാക്കുകളല്ലാതെ മറ്റ് ഹൈവേകളിലൂടെയും വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡുകളിലൂടെയും ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. അവിടെയും സെപ്പറേറ്റ് ട്രാക്ക് സൈക്കിളിനുള്ളതിലൂടെയാണ് പോയത്? അത് പൊതു വഴി കൂടെ തന്നെ നിങ്ങൾ സൈക്കിൾ ചവിട്ടുകയാണ് ചെയ്തത്? ജർമ്മനിയിലായിരുന്നു ഏറ്റവും കൂടുതൽ സൈക്കിൾ ട്രാക്ക് ഉണ്ടായിരുന്നത്. ചിലയിടത്തൊക്കെ മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള സൈക്കിൾ ട്രാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്വീഡനിൽ സാധാരണ വഴിയിലൂടെ തന്നെയാണ് പോയത്. പക്ഷേ സ്വീഡനിൽ പല വഴിയും വിജനമായിരുന്നു. വിജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം രാവിലെ 6 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 9:30 മണിയായി ഒരു കാറെങ്കിലും ഒന്ന് കാണാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് വിജനമാണ്. അപ്പോൾ റോഡ് വലിയ റോഡാണ്, വിജനമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വണ്ടികളൊക്കെ വല്ലപ്പോഴും സൈക്കിൾ ട്രാക്ക് പോലെ തന്നെ നമ്മുടെ ആണ് ആ റോഡ്. അപ്പം അതും ഈ ചില റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റം കാണാൻ പറ്റില്ല. അതുപോലെ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ നേർരേഖയായിട്ട് കിടക്കുകയാണ്. അപ്പം അങ്ങനത്തെ കുറേ റോഡുകളിലൂടെ കടന്നുപോയി. ഫിൻലൻഡിലൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഹൈവേയിലേക്ക് കയറി. സ്വീഡനിലൊക്കെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഹൈവേ കയറിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഇത്തരം ഇന്ത്യയിൽ. ഞങ്ങളുടെ വലിയൊരു അത്ഭുതം കണ്ടത് ഈ 4200 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ ആക്സിഡൻറ്റിൻ്റെ സീൻ പോലും നമ്മൾ ഈ യൂറോപ്പിൽ കണ്ടിട്ടില്ല. നമ്മളിവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് കൊടകര വരെ അല്ലെ തൃശ്ശൂർ വരെ പോയിട്ട് വരുമ്പോൾ ഒരു 10 ആക്സിഡൻറ്റ് നടന്ന സീൻ, വണ്ടിയുടെ ചില്ല് പൊട്ടിക്കിടക്കുന്നതോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഈ 4200 കിലോമീറ്ററിലും ഒരു സിംഗിൾ ആക്സിഡൻറ്റ് പോലും നമ്മൾ കണ്ടില്ല. അപ്പം ഇവിടെ നമ്മൾ കണ്ടത് വണ്ടികളൊന്നും ട്രാഫിക് റൂൾ എന്താണോ അതങ്ങനെ പാലിക്കുള്ളൂ. ഇവിടെയൊക്കെ ഈ നാട്ടുകാരുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഈ ഫിൻലൻഡിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് നാട്ടുകാർ നിങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയെന്ന് പറഞ്ഞല്ലോ. ആളുകൾ വഴിയരികിൽ വെച്ച് കാണുമ്പോഴൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക, അല്ലെങ്കിൽ ഈ യാത്രയെക്കുറിച്ച് ചോദിക്കുക, എന്താണ് അവരുടെ ഒരു മനോഭാവത്തിലുണ്ടായ മാറ്റം ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ? ഇവരെല്ലാവരും നമ്മളെ ഒത്തിരി വർത്തമാനം പറയും. ഇവരെല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവരിൽ പല ആൾക്കാർക്കും നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവരിൽ പലർക്കും ഇതൊക്കെ അറിയാം. ഈ നോർത്ത് കേപ്പ് എന്താണെന്ന് ഇവരിൽ പലരും പോയിട്ടുണ്ട് ഇവിടെയൊക്കെ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇതിനെപ്പറ്റി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഇപ്പോൾ ഒരാൾ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് വെച്ച് കണ്ടതാണ്. ഇയാൾക്ക് എനിക്കൊന്നൊരു 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ഇന്ത്യയിൽ വന്ന് സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ആ കഥ ലോകത്തിൽ പല രാജ്യങ്ങളിലും കോണ്ടിനെൻറ്റുകളിലും പോയി സൈക്കിൾ ഇടും. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഈ നോർത്ത് കേപ്പിലേക്ക് അടുക്കുമ്പോൾ അവിടെ 3 ടണലുണ്ട്. അപ്പോൾ ഈ ടണലിൻ്റെ പുറത്ത് പകല പോകുന്നെങ്കിൽ ചൂടായിരിക്കും, കാരണം ഇത് സമ്മറാണല്ലോ. പക്ഷെ ടണലിൻ്റെ അകത്ത് കയറുമ്പോൾ നിങ്ങൾ വാം ക്ലോത്ത്സ് ഇട്ട് കയറണം, കാരണം അതിൻ്റെ അകത്ത് കയറുമ്പോൾ തണുപ്പാണ്. അത് എത്ര ദൂരമുള്ള ടണൽ? ഇതിനകത്ത് ഒരു ടണലിൽ 4 കിലോമീറ്റർ, വേറെ ടണലിൽ 7 കിലോമീറ്റർ, വേറെ ടണൽ 5 കിലോമീറ്റർ. ഇതിനകത്ത് ഈ 7 കിലോമീറ്ററുള്ള ടണൽ ഇതൊരു ട്രിക്കി ടണലാണ്. കാരണം ഇത് കടലിൻ്റെ അടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ടണലിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ 3.5 കിലോമീറ്റർ ഒരു 9% ഡിസെൻ്റാണ്. 9% ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഇറക്കം. അതായത് കടലിൻ്റെ അടിയിലോട്ട് ഇറങ്ങുകയാണ്. കടലിൻ്റെ അടിയിലേക്ക് ഒരു 3.5 കിലോമീറ്റർ അങ്ങ് ഇറങ്ങുക. അപ്പം നമ്മൾ ഭയങ്കര തണുപ്പ് അതിൻ്റെ അകത്ത്. നമ്മളൊന്ന് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ വിറയ്ക്കാൻ തുടങ്ങും. നമ്മുടെ തലയ്ക്ക് മുകളിൽ കടൽവെള്ളമാണ്. അതിനുശേഷം
പിന്നെ ഈ 3.5 കിലോമീറ്റർ കയറണം. ഈ 3.5 കിലോമീറ്റർ നമ്മൾ ചവിട്ടി കയറണം. അപ്പം ഈ ടണലിൽ കൂടെ പോകുമ്പം ഈ പുറകിൽ നിന്ന് ലോറിയൊക്കെ വരുമ്പോഴേ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭീകരമായ ഒരു സൗണ്ട്, മുഴക്കം അല്ലേ, ഒരു മുഴക്കം. അത് ചെറിയൊരു കാർ വന്നപ്പോൾ നമുക്കൊന്ന് എന്തോ വലിയൊരു സാധനം വരുന്നതായിട്ട് തോന്നും. അപ്പം അങ്ങനെ ഈ ടണലുകൾ, ഈ ടണലിലൂടെ സൈക്കിൾ ചവിട്ടാനുള്ള ട്രാക്കും ഉണ്ടോ, അതോ നിങ്ങൾ ജനറൽ ട്രാക്കിൽ തന്നെയാണ് സൈക്കിൾ വിടുന്നത്? ഈ 3 ടണലിലും സൈക്കിൾ അലൗഡാണ്. പക്ഷേ യൂറോപ്പിൽ പലയിടത്തും ടണലുകളിൽ സൈക്കിൾ അലൗഡ് അല്ല. മറ്റ് ചില ടണലുകളിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈലറ്റ് വാഹനം വരും, അവർ നമ്മുടെ മുമ്പിൽ പോകും, നമ്മൾ അതിൻ്റെ പുറകെ പോകണം. പക്ഷേ ഞങ്ങൾക്ക് ഈ 3 ടണലുകളെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ 1-2 ചെറിയ ടണലുകൾ. ഈ ആൾക്കാരങ്ങനെ വളരെ ഫ്രണ്ട്ലിയും ഹെൽപ്ഫുള്ളും ഒക്കെ ആയിരുന്നു ആൾക്കാർ. നമ്മൾ പോയി താമസിച്ച പല ഹോട്ടലുകളിലെ ആൾക്കാർ, അപ്പോൾ രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം ഇവർ പറയും, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഞങ്ങൾ 6 മണിക്ക് പോകും. ഞങ്ങളുടെ ബുക്കിങ്ങിൽ ഓൾറെഡി ഇതുണ്ട്. അപ്പോൾ ഇവർ ഒരു ദിവസം ഒരു അമ്മച്ചി പുള്ളിക്കാരത്തി ഒരു വലിയ ബാസ്ക്കറ്റ് നിറയെ സാധനം, അതായത് അതിൻ്റെ അകത്ത് യോഗട്ടുണ്ട്, ബണ്ണുണ്ട്, എന്തൊക്കെയോ കുറേ സാധനം അവിടെ ഇരുന്ന് ഒക്കെ എടുത്തിട്ട് എന്നാൽ നിങ്ങൾ രാവിലെ ഇത് പോകുമ്പോൾ കൊണ്ടുപോക്കോ. അപ്പോൾ അത്രയും ഇവരെല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഞങ്ങളൊരു ദിവസം വില്ല ഗോട്ട എന്ന് പറയുന്നൊരു സ്ഥലത്ത് താമസിക്കാൻ ചെല്ലുക. ഇവിടെയൊക്കെ ഹോട്ടലുകളുടെ ചെക്ക് എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിയാകുമ്പോൾ തീരും. അത് കഴിയുമ്പോൾ അവർക്ക് പോയി കിടന്നുറങ്ങണം. അപ്പോൾ തന്നെ ഇതെല്ലാം വളരെ ചെറിയ സ്ഥലങ്ങളാണ്, ഹോട്ടലൊന്നും പറയത്തില്ല, 2-3 മുറികളൊക്കെ ഉള്ള വില്ലകളൊക്കെയാണ്, പലതും ഹോം സ്റ്റേകളൊക്കെ പോലുള്ളതായിരിക്കും. അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒരു കീ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കോഡ് ഇതാണ്. നമ്മളവിടെ ചെല്ലുന്നു, കീ ഒക്കെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ booking.com വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, കീ ബോക്സ് നമ്പർ ലോക്ക് ഉള്ളതാണ്. അപ്പോൾ ഒരു നമ്പർ ലോക്ക് നമുക്ക് നമ്പർ പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള booking.com വഴിയാണ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെല്ലുന്നു, ഈ താക്കോലൊക്കെ എടുത്ത് ഞങ്ങൾ പോയി ചെക്ക് ഇൻ. രാത്രി ഒരു 11:30 എങ്ങാണ്ടായി. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഞങ്ങൾ ചെക്കൗട്ടായി. ഇതേ ബോക്സിൽ തന്നെ കീ കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾ പോയി. പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിയായപ്പോൾ എനിക്കൊരു കോള്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ രാവിലെ 6 മണിക്ക് ചെക്കൗട്ട് ചെയ്തല്ലോ, പക്ഷേ നിങ്ങൾ പൈസ തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി 80 കിലോമീറ്റർ കഴിഞ്ഞു, ഞങ്ങളോർത്ത് നിങ്ങൾ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ചാർജ്. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ക്യാഷ് തരണം. ഞാൻ പറഞ്ഞു ഞാൻ 80 കിലോമീറ്റർ, ഞാൻ സൈക്കിളിലാണ്, 80 കിലോമീറ്റർ കഴിഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചതാണ്, ഞാൻ ഇന്ത്യയിൽ നിന്ന് അത് ട്രാൻസ്ഫർ ചെയ്യിക്കാം. അവർ പറഞ്ഞു ശരി, ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് ഈ booking.com നമുക്ക് മെസ്സേജ് ഇടാം. ഞാൻ ഈ മെസ്സേജ് 2-3 തവണ ഇട്ട്, ഇതുവരെ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു തന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ഹോട്ടൽ ഫ്രീ ആയി. ഇന്ത്യക്കാർക്കുള്ളൊരു സംഭാവന. ഇതുപോലെ പല സ്ഥലങ്ങളിലും അവർ നമ്മളോട് പറയും നിങ്ങൾ പൈസ അവിടെ മേശപ്പുറത്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് മുറിയിൽ മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ രാവിലെ പോരും. ഈ പറഞ്ഞ ഹോട്ടലുകൾ ഇല്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിച്ചൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? ഈ ഞങ്ങൾ ഇവിടുന്ന് ട്രാവൽ ചെയ്തപ്പോൾ ഞങ്ങളുടെ ടെൻറ്റ് ഞങ്ങൾ കൊണ്ടുപോയില്ല. ഭാഗ്യവശാൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു കിടക്കാനൊരു സ്ഥലം കിട്ടി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഇന്ത്യയിലെ മറ്റ് 3 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള 2 പേരും മധ്യപ്രദേശിൽ നിന്നുള്ള ഒരാളും. ഇവർ ഒരു ദിവസം ATMൽ കിടന്നുറങ്ങേണ്ടി വന്നു, കാരണം ഇവർക്ക് ഹോട്ടൽ കിട്ടിയില്ല. വേറെ ദിവസം ഇവർ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഇവർക്ക് എത്താൻ പറ്റിയില്ല, മഴ കാരണം ഇവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരൊരു പെട്രോൾ പമ്പിൽ കയറി കിടക്കാൻ നോക്കി, പക്ഷേ തണുപ്പ് കാരണം അവർക്ക് കിടക്കാൻ പറ്റില്ല. പിന്നെ അവർ രാത്രിയിൽ വീണ്ടും റൈഡ് ചെയ്തു, അങ്ങനെയൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടും. പക്ഷേ പല ദിവസങ്ങളിലും എനിക്ക് 2-3 ദിവസം ഞങ്ങൾ കിടന്നത് ക്യാമ്പിംഗ് ഏരിയകളിലാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിക്രിയേഷണൽ വെഹിക്കിൾസ് വന്ന് പാർക്ക് ചെയ്ത് കിടക്കുന്ന വലിയ ക്യാമ്പിംഗ് ഏരിയാസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വലിയ ഏരിയ ആണ്. അവിടെ വന്ന് ഇങ്ങനെ 100 കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കും. അത് കൂടുതലും ഈ RV മാത്രമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരു 3-4 റൂം കാണും, ക്യാബിൻസ്. റൂമെന്നൊന്നും പറയത്തില്ല, ക്യാബിൻ, ശരിക്കും വുഡൻ ക്യാബിൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സോഡർ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, സ്വീഡനിലാണ്, ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കീ അവിടെ ഒരു പ്ലാസ്റ്റിക് കൂടിലിട്ടിട്ട് റിസപ്ഷനിൽ വെച്ചേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രി ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾ രാത്രിയിൽ അവിടെ ചെല്ലുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ booking.com തന്നെ മെസ്സേജാണ് വരുന്നത്, കീ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കൂടിൽ അവിടെ ഉണ്ടാവും. ഞങ്ങളവിടെ ചെല്ലുന്നു, രാത്രി ഫുൾ ഇരുട്ടാണ്, ഒരു 11:30 ആയി, ഫുൾ ഇരുട്ട്. അവിടെ ഞങ്ങൾക്ക് റിസപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള സൈക്കിളിൻ്റെ ലൈറ്റ് എടുത്തിട്ട് ടോർച്ചായിട്ട് അവിടെയുള്ള സകല കെട്ടിടങ്ങളുടെ മുമ്പിൽ പോയിട്ട് നോക്കുക പ്ലാസ്റ്റിക് കൂടുണ്ടോ എന്ന്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അപ്പുറത്തൊരു കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് ആരോ ഒരാളെ ഞങ്ങളിങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം എന്തോ ഒരു ത്രട്ടൻ, ആരോ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, ഇദ്ദേഹം കൂടെ ആരോ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, ഞങ്ങളിങ്ങനെ ഒരു റൂം തപ്പി വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നോടത്താണ് റിസപ്ഷൻ. ഈ റിസപ്ഷനിൽ ചെന്ന് കീ കിട്ടിയപ്പോൾ ആ കീയും അതിൻ്റെ കൂടെ ഒരു മാപ്പും ഉണ്ട്. അപ്പോൾ ഈ കീ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ റൂമിൻ്റെ പേരാണ്, എന്തോ ഒരു പേരാണ് റൂമിന് എഴുതിയിരിക്കുന്നത്.
ഈ റൂം എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ മാപ്പ് നോക്കണം. ഓ, ഈ മാപ്പിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് തന്നെ ഒരു 3-4 ട്രാക്കുണ്ട്. ഈ ട്രാക്കിൻ്റെ അകത്ത് ഞങ്ങൾ ആദ്യം ഒരു ട്രാക്കിൽ പോയി അത് തെറ്റി, പിന്നെ ഞങ്ങളൊരു മാപ്പ് കറക്റ്റ്, പിന്നെയാണ് മാപ്പ് കറക്റ്റായിട്ട് പിടിക്കുന്നത്. അങ്ങനെ ഇത് തപ്പി ഇതിൻ്റെ കൂടെ പോയി ഞങ്ങൾ ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു ഈ റിസപ്ഷനിൽ നിന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളൊന്ന് റൂമിൽ ചെല്ലണം, ക്യാബിൻ കണ്ടുപിടിക്കാൻ. ഇപ്പം ഇതുവരെ ഞങ്ങൾ താമസിച്ചൊക്കെ ഹോട്ടലുകളിലാണ്. അപ്പോൾ ഈ ക്യാബിനിൽ ചെന്നപ്പോൾ അപ്പം ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിട്ടാന്ന് പറഞ്ഞാൽ ചെല്ലുക, നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക, ബോഡിയെല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് അതിനുശേഷം നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അന്ന് നല്ല തണുപ്പത്താണ് ഞങ്ങളിവിടെ ചെന്നത്. അപ്പം തണുപ്പത്ത് ചെല്ലുമ്പോൾ ചൂടുവെള്ളത്തിലുള്ളൊരു കുളി എന്ന് പറഞ്ഞാൽ വലിയൊരു ആഗ്രഹമാണ്. ചെന്നപ്പോൾ അവിടെ അറ്റാച്ച്ഡ് അല്ല, ചെറിയൊരു ക്യാബിൻ, 2 ബെഡ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും മാപ്പെടുത്ത് നോക്കിയപ്പോൾ ടോയ്ലറ്റ് ബ്ലോക്ക് അവിടെ നിന്ന് വീണ്ടും ഒരു 300 മീറ്റർ പോകണം. അപ്പോൾ അവിടെ വരെ നടന്നു ചെന്നാലേ നമുക്ക് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ 2-3 തവണ ഞങ്ങൾ ക്യാമ്പിംഗ് സൈറ്റുകളിൽ ഇത്തരം വുഡൻ ക്യാബിൻസിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ തവണയായപ്പോൾ നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർഡായി. ഓക്കെ, ക്യാമ്പിംഗ് സൈറ്റ് ആണോ, ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഫെസിലിറ്റി എന്നുള്ളത്. ഈ നിങ്ങളുടെ കൂടെ തന്നെ അല്ലെങ്കിൽ ഈ പരിപാടിയുടെ ഭാഗമായി വന്ന സൈക്ലിസ്റ്റുകൾ വളരെ വിചിത്ര സ്വഭാവമുള്ളവർ, മുമ്പേ പറഞ്ഞ പോലെ ടെൻ്റ് അടിച്ച് താമസിച്ചവർ, വഴിയരികെ താമസിക്കുന്നവരൊക്കെ ആയ ആളുകളുണ്ടാവില്ലേ? ഇത്തരം ആളുകളെ പലരെയും പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ധാരാളം ആൾക്കാർ. ഒന്ന് എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എനിക്കൊന്നൊരു 20-22 വയസ്സായ ഒരു ക്ലാര എന്ന് പറഞ്ഞൊരു ജർമ്മൻകാരി പെൺകുട്ടി മുതൽ എനിക്കൊന്നൊരു 75 വയസ്സ് ഒക്കെ പ്രായമുള്ള കുറേ ഇറ്റാലിയൻസ് ഉണ്ടായിരുന്നു. ഈ ഇറ്റാലിയൻസ് ഞങ്ങളുടെ കൂട്ടത്തിൽ റൈഡ് ചെയ്യുന്ന ചില ആൾക്കാർ, ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷേ നന്നായിട്ട് നമ്മളെ ചിരിച്ച് കാണിക്കും. നമ്മളോട് എന്തെങ്കിലുമൊക്കെ 1-2 വാക്കുകൾ ഇവർ പറയും. വളരെ നൈസായിട്ടുള്ള കുറേ ആൾക്കാർ. അപ്പം ഇവരിൽ പലരും താമസിച്ചിരുന്നത് പല ദിവസങ്ങളിലും ഹോട്ടലിലല്ല. ഇവരൊക്കെ താമസിച്ചിരുന്നത് ഇവരുടെയൊക്കെ ചെറിയ ഒരു ഇൻഡിവിജ്വൽ ഒരാൾക്ക് കിടക്കാവുന്ന ടെൻ്റുണ്ട്, കൊച്ചു ടെൻറ്റ്. അപ്പം ഇവർ ഈ മിക്കവാറും കിടക്കുന്നത് ഇതുപോലത്തെ ക്യാമ്പിംഗ് സൈറ്റുകളിലാണ്. ടെൻ്റ് ആണെങ്കിലും റോഡ് സൈഡിലല്ല, കാരണം വെച്ചാൽ ഇവർക്ക് ടോയ്ലറ്റ് വേണം, അങ്ങനത്തെ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ഈ ക്യാമ്പിംഗ് സൈറ്റിൽ ഇവർക്ക് ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ വരാം, ടെൻ്റ് അടിക്കാം, അവിടെ വന്ന് കിടക്കാം. അപ്പോൾ മിക്കവാറും ഈ പെൺകുട്ടികളൊക്കെ, ഈ ക്ലാര എന്ന് പറഞ്ഞ പെണ്ണും ഒക്കെ ഇവരൊക്കെ കിടക്കുന്നത് ഈ ടെൻറ്റിലാണ്. ഈ ടെൻറ്റിനകം തണുപ്പ് പ്രതിരോധിക്കാൻ പറ്റുന്നതാണോ? ഇവർക്ക് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ഒരു സ്ലീപ്പിംഗ് ബാഗ് ഇടും, അത് കഴിഞ്ഞിട്ട് ഈ ടെൻറ്റിലേക്ക് കയറി കിടക്കും. പക്ഷെ നമുക്ക് അതിനുള്ളൊരു ധൈര്യവും അതിനുള്ളൊരു പ്രിപ്പറേഷനും ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് പോയില്ല. നിങ്ങൾ ഈ ടയറൊക്കെ മാറ്റേണ്ടി വരുമോ ഇത്ര യാത്രകളിൽ? ഞങ്ങൾക്ക് വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ടയർ ഒരു 7000 കിലോമീറ്ററൊക്കെ ഓടാൻ കപ്പാസിറ്റി ഉള്ള ടയറാണ്. പക്ഷേ എൻ്റെ ടയർ ആദ്യം തന്നെ ഒരു 5-6 പഞ്ചർ ഒരുമിച്ച് വന്നു. അപ്പം പിന്നെ ഞാനോർത്ത് ആ ടയർ മാറുന്നതാണ് ഇനി. സ്പെയർ ടയർ ഉണ്ടായിരുന്നു. അതും കൊണ്ടാണോ നിങ്ങൾ പോയത്? അതുകൊണ്ടാണ്. ഞങ്ങളുടെ ഓരോ സ്പെയർ ടയർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റോസ്റ്റോക്കിൽ ചെന്നപ്പോൾ ഞാനവിടെ ഒരു സൈക്കിൾ കട കണ്ടുപിടിച്ച് ഞാൻ ആ കടയിൽ കൊണ്ടുപോയി ടയർ മാറി. അത് കഴിഞ്ഞപ്പോൾ അതുവരെ ജേക്കപ്പിന് ഒരു പഞ്ചറും ഇല്ല. അത് കഴിഞ്ഞ് ഡെൻമാർക്കിൽ കയറിയപ്പോൾ മുതൽ ജേക്കപ്പിന് പഞ്ചർ തുടങ്ങി, എനിക്ക് പിന്നെ പഞ്ചറില്ല. ഞാനും ജേക്കപ്പും ടയർ മാറുന്നതിൽ വലിയ എക്സ്പേർട്സ് ഒന്നും അല്ല. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പം സഹ റൈഡർമാർ വരും, അവർ ഓൾ ഓക്കെ, അപ്പം നമ്മൾ പറയും ഓൾ ഓക്കെ, അപ്പോൾ അവരങ്ങ് പോകും. പക്ഷേ പോളണ്ടിൽ നിന്നുള്ള 2 ചെറുപ്പക്കാരുണ്ട്, നമ്മൾ മറ്റേയോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് എപ്പോഴും കാണുമ്പോൾ വർത്താനം പറഞ്ഞാൽ അവർ ഇംഗ്ലീഷൊക്കെ പറയും. ഇവർ വന്നിട്ട് ചോദിച്ചു ഓൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ എന്നൊരു വലിയ ശക്തി ഇല്ലാതെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു ഡു യു നോ ഹൗ ടു ചേഞ്ച് ഇറ്റ്? അപ്പം ഞാൻ പറഞ്ഞു ആക്ച്വലി വി ഡോണ്ട് നോ, ഡു യു നോ? യെസ് വി നോ. അവരപ്പോഴേ 2 പേരും പെട്ടായി വന്ന് ബൈക്കിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നു, ദൂരെ ടക്ക 10 മിനിറ്റ് കൊണ്ട് ടയർ ഇട്ട് തന്നു. അപ്പോഴേ അവർ പോയി. പിന്നെ കാറ്റടിക്കാനൊന്നും നിന്നില്ല, പക്ഷേ സംഭവം ഫിക്സ് ചെയ്ത് ഈ കാറ്റടിക്കാനുള്ള പമ്പൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കംപ്രസ്ഡ് ഗ്യാസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കാറ്റടിക്കുന്നത്. അല്ലാതെയും നമ്മുടെ ഒരു കാറ്റടിക്കുന്ന വേറൊരു ഇലക്ട്രോണിക് പമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ടും കാറ്റടിക്കാം. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് കംപ്രസ്, അപ്പോൾ പെട്ടെന്ന് ടക്കുന്നതിൻ്റെ അകത്തേക്ക് കാറ്റ് നമുക്ക് കയറ്റാൻ പറ്റും. നിങ്ങൾ എത്രയിടത്താണ് ഈ കപ്പൽ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്? 2 സ്ഥലത്താണ് ഞങ്ങൾ കപ്പൽ കയറിയത്. ജർമ്മനിയിൽ റോസ്റ്റോക്കിൽ നിന്ന് ജഡ്സർ എന്ന് പറയുന്ന ഡെൻമാർക്കിലൊരു സ്ഥലത്തേക്ക്. ഇതാണ് 2 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ഫെറിയായിരുന്നു. ഒരു മാസീവ് ഒരു കപ്പലാണത്. കപ്പലിൻ്റെ അടിയിലേക്ക് നമ്മൾ സൈക്കിൾ ഓടിച്ച് കയറുന്നു. ആ കൂടെ തന്നെ വലിയ ലോറികളും അതുമൊക്കെ മറ്റ് കാറുകളും ഒക്കെ വരുന്നു. കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിൽ കയറിയാണ് നമ്മൾ 4th ഫ്ലോറിലേക്ക് പോകുന്നത്. 4th ഫ്ലോറാണ് ഡെക്ക്. അവിടെ റെസ്റ്റോറൻറ്റുകൾ, സ്റ്റാർബക്സ്, കോഫി ഷോപ്പുകൾ, എൻ്റർടൈൻമെൻറ്റുള്ള ഫെസിലിറ്റി. ശരിക്കും പറഞ്ഞാൽ ഒരു ഉല്ലാസ നൗക എന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതിയിലൊരു. രണ്ടാമത്തെ ഫെറി ഡെൻമാർക്കിൽ ഹെൽസിംഗോർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് സ്വീഡനിൽ ഹെൽസിംഗ് ബോർഗ് എന്ന് പറഞ്ഞാൽ അതൊരു 20 മിനിറ്റ് ഫെറി. അത് ഇത്രയും വലിയ കപ്പലൊന്നും അല്ലായിരുന്നു, ഒരു ചെറിയ ഫെറി. അതും ഈ പറഞ്ഞ പോലെ ട്രക്കുകളൊക്കെ കയറുന്നതാണെങ്കിലും ഈ മറ്റേ ആദ്യം കയറിയ ഫെറിയുമായിട്ടൊരു കമ്പാരിസൺ ഇല്ലായിരുന്നു. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ
അതിമനോഹരമായ ഭൂപ്രകൃതിയാണല്ലോ. ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. പ്രത്യേകിച്ച് സ്വീഡൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യം വളരെയധികം ഭംഗിയാണ്. ഒന്ന്, തടാകങ്ങളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ വളരെ അത് നൂറുകണക്കിന് തടാകങ്ങൾ. നൂറുകണക്കിന്. ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു ജീവിയെ നമ്മൾ കണ്ടത് റെയിൻഡിയേഴ്സ് ആണ്. ഈ സാന്താക്ലോസിൻ്റെ സ്ലേ വലിക്കുന്നു എന്ന് പറയുന്ന റെയിൻഡിയേഴ്സ്. അത് ഞങ്ങൾ ഫിൻലൻഡ് സ്വീഡൻ ബോർഡർ മുതൽ റെയിൻഡിയേഴ്സിനെ കാണാൻ തുടങ്ങി. ഇത് റോഡ് ക്രോസ് ചെയ്തൊക്കെ ഓടില്ലേ? റോഡ് ക്രോസ് ചെയ്ത് ഓടും. അപ്പോൾ ആദ്യം കണ്ടതൊക്കെ കാട്ടിക്കടയുള്ള റെയിൻഡിയേഴ്സ് ആയിരുന്നു. ഇവർ ഭയങ്കര ഷൈ ആണ്. അതിനുശേഷം ഞങ്ങൾ ഫിൻലൻഡിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൻഡിയേഴ്സ് ആൾക്കാർ വളർത്തുന്ന റെയിൻഡിയേഴ്സ് ഉണ്ട്. കഴുത്തിൽ നല്ല ഒരു കോളറൊക്കെ ഇട്ട്. ഇവൻ വണ്ടിയൊന്നും വന്നു കഴിഞ്ഞാൽ മാറില്ല. അവൻ റോഡിൽ നിന്ന് എടുക്കാൻ നിൽക്കും. വണ്ടികൾ അവിടെ നിർത്തി കൊടുത്തോണം. അവന് ഇഷ്ടമുള്ളപ്പോൾ അവൻ മാറും. അപ്പം അത് നോർവേയിലേക്ക് വന്നപ്പോഴത്തേക്കുള്ള റെയിൻഡിയേഴ്സ് കുറച്ചും കൂടി വലിയ കൊമ്പും തന്നെയല്ല ഒരു കൂട്ടമായിട്ടാണ് നോർവേയിൽ റെയിൻഡിയേഴ്സിനെ കണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഈ ആൾട്ടയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പം അതൊരു ടിപ്പിക്കൽ നോർവീജിയൻ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ എന്താ ഉള്ളത്? അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യാലിറ്റി റെയിൻഡിയർ സ്റ്റേക്ക് ഉണ്ടെന്ന് പറയും. നിങ്ങൾ ഈ വലിയ കരുതലോടുകൂടി വഴിയിൽ വണ്ടി നിർത്തി കൊടുത്ത ആ കക്ഷിയെ വറുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ റെയിൻഡിയർ സ്റ്റേക്ക്, പക്ഷേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീറ്റ്. അപ്പം അങ്ങനെ അവിടെ പോയതുകൊണ്ട് റെയിൻഡിയർ മീറ്റും കഴിക്കാനുള്ള ഒരു നല്ല രുചിയുള്ള മീറ്റായിരുന്നു. നമ്മുടെ പോത്തിറച്ചി പോലെ ഇരിക്കുമോ? പോത്തിറച്ചിയേക്കായാലും വളരെ സോഫ്റ്റുമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റുള്ള ഒരു മീറ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്വീഡനിലൂടെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നു. ഞങ്ങൾ ഈ റൈഡ് ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ കൂടുമ്പോൾ ഞങ്ങൾ റോഡ് സൈഡിലൊന്ന് നിർത്തും, ഒന്ന് റിലാക്സ് ചെയ്യും. അപ്പോൾ ഞങ്ങളങ്ങനെ റോഡ് സൈഡിൽ നിർത്തി നിൽക്കുമ്പോഴത്തേക്കും ഒരു 75 വയസ്സ് പ്രായമുള്ളൊരു ചേട്ടൻ സൈക്കിൾ ഓടിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളുടെ അടുത്ത് വന്ന് നിർത്തുന്നു. ഞങ്ങളോട് ചോദിക്കുന്നത് വേർ ആർ യു ഫ്രം? അപ്പോൾ നമ്മൾ പറഞ്ഞ് ഞങ്ങൾ വി ആർ കമ്മിങ് ഫ്രം ഇറ്റലി. പിന്നെ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ 75 വയസ്സുള്ള ഇദ്ദേഹം ഞങ്ങൾ പറയുക, കഴിഞ്ഞ വർഷം നിങ്ങളീ പോകുന്ന നോർത്ത് കേപ്പിൽ ഞാൻ സൈക്കിളുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇവൻ്റൊന്നും അല്ല, പുള്ളി അല്ലാതെ സൈക്കിളായിട്ട് ഈ സമ്മറിൽ പുള്ളി പറഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് 19 ദിവസം കൊണ്ട് തീർത്ത്, പുള്ളി 40 ദിവസം കൊണ്ട് തീർത്ത്. പക്ഷേ പുള്ളി സെയിം റൂട്ട് തന്നെയായിരുന്നു. ഇല്ല, പുള്ളി ഒന്ന് വേറെ എവിടെ നിന്നാണ് വന്നത്. ഈ സെയിം റൂട്ട് അല്ലെങ്കിലും പുള്ളി നോർത്ത് കേപ്പ് വരെ സൈക്കിളായിട്ട്. അതുകൊണ്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞ് ഇവിടെയൊക്കെ രസമാണ്, പക്ഷേ നിങ്ങൾ ഫിൻലൻഡിൽ ചെല്ലുമ്പം ബിവെയർ ഓഫ് മസ്കിറ്റോസ്, അവിടെ കൊതുക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മൾ മനസ്സിൽ പറഞ്ഞു, പിന്നെ കൊച്ചിയിൽ നിന്ന് വരുന്ന നമുക്ക് അവിടെ കൊതുക്. ഇതൊക്കെ നമ്മളിതിനെ ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫിൻലൻഡിൽ ചെന്ന് കാലുവന്നു. ഒരു പുഴ കടക്കുമ്പോൾ ഫിൻലൻഡാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്വീഡനിൽ നിന്ന് വന്ന അതേ രീതിയിൽ ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞപ്പം ഒരു 2 മിനിറ്റും കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് വളരെ ചെറിയ കൊതുക്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു കൊതുക് എൻ്റെ ആക്രമണം നേരിട്ടില്ല. ടൗണൊന്നുമല്ല. ഇത് ഈ അറിയാലോ, ചെറിയ വനപ്രദേശങ്ങളാണ്. അതായത് ചെറിയ മരങ്ങളും ഇതുമൊക്കെ ആയിട്ട് മനുഷ്യധികമില്ലാത്ത സ്ഥലം. പക്ഷേ അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഈ കൊതുക് ഒരു വലിയ പ്രശ്നമാണെന്ന്. കൊതുകാണോ അതോ ഈ ചെറിയ മിന്തെന്ന് പറയുന്ന. അപ്പം അത് രണ്ടാമത്തെ ദിവസം വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ജേക്കബിൻ്റെ ടയർ പഞ്ചറായി. ഈ ടയർ പഞ്ചറാകുമ്പോൾ നമ്മളൊന്ന് നിന്ന് ഇതൊന്നും മാറ്റണമല്ലോ. സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ കുഴപ്പമില്ല, കാറ്റടിക്കുമ്പോൾ ഇവൻ കുത്തില്ല. പക്ഷെ ഞങ്ങളവിടെ ഈ ടയർ മാറാനായിട്ട് നിൽക്കുമ്പം ഞങ്ങളെ പൊതിയാണ് കൊതുക്. ശരിക്കും ഇത് കടിച്ചതിൻ്റെ നമ്മുടെ ദേഹത്തെ ഇച്ചിങ് ഇവിടെ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഈ ഫിൻലൻഡിൽ നിന്നുള്ള നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ടല്ലോ, അതിൻ്റെ ഈ കൊതുക് വന്നപ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. അതോടെ കൊച്ചിയോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നു. അതെ. പക്ഷെ നമ്മളെ ഏറ്റവും ശല്യപ്പെടുത്തിയ ഒരു പ്രകൃതി ശക്തി എന്ന് പറഞ്ഞാൽ കാറ്റായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ ഹെഡ് വിൻഡ്, ക്രോസ് വിൻഡ്. അതായത് സൈഡിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ നമുക്ക് ബൈക്ക് നേരെ പിടിക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ പാളിപ്പോകുന്ന രീതിയിലുള്ള. പിന്നെ ഹെഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വരും. നമ്മൾ എത്ര ചവിട്ടി കഴിഞ്ഞാലും ബൈക്ക് നീങ്ങിയല്ല. നമ്മൾ ഇതിനോട് ഈ കാറ്റിനോട് മല്ലിട്ട് വേണം പോകാനായിട്ട്. വേറൊരു വഴിയില്ല അതിന്. പിന്നെ കാറ്റ് മാറുവോളം വെയിറ്റ് ചെയ്യുന്നു പറ്റില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കാറ്റാണെങ്കിൽ ചിലപ്പോൾ അത് 2, 3, 4 ദിവസം അവിടെ ഈ കാറ്റ്. അപ്പം ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയത് ലാസ്റ്റ് 700 കിലോമീറ്ററിൽ ഒരു 650 കിലോമീറ്ററും ടെയിൽ വിൻഡായിരുന്നു. പുറകിൽ നിന്ന് തള്ളി തന്നു. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു കുറച്ചൊരു എളുപ്പമായിരുന്നു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇത് ചെന്ന് ചേരുന്നത് നമ്മുടെ ഈ നോർത്ത് കേപ്പിൻ്റെ മേളിൽ അവിടെ ഒരു വിസിറ്റർ സെൻ്റർ ആണുള്ളത്. ഈ നോർത്ത് കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അവിടെയുള്ള സംവിധാനങ്ങൾ? ഒരു പട്ടണമാണോ? ആ പട്ടണത്തിൽ ഇത്തരത്തിലുള്ള ഇവൻറ്റ്സ് നടക്കുന്ന സെൻറ്ററുകളുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു ആംബിയൻസ്? നോർത്ത് കേപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ലോകത്തിൽ മനുഷ്യന് എത്തിപ്പെടാവുന്ന ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആണ് ഈ നോർത്ത് കേപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക് ഓഷൻ ആണുള്ളത്. ഇത് ആർട്ടിക് സർക്കിളിലല്ലേ? ഇത് ആർട്ടിക് സർക്കിളിലാണ്. ഈ ആർട്ടിക് ഓഷൻ്റെ ഒരു വലിയ ക്ലിഫിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചെല്ലുന്നത്.
അവിടെ ആകെപ്പാടെ ഒരു വിസിറ്റർ സെൻ്റർ ഉണ്ട്. വിസിറ്റർ സെൻ്റർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഉള്ള ഫെസിലിറ്റിയുള്ള റെസ്റ്റോറൻറ്റും അതോടൊപ്പം തന്നെ ടോയ്ലറ്റുകളും അവിടെ കുറേ എക്സിബിഷൻ ഹാളുകളും ഒക്കെ ആയിട്ടുള്ള ഒരു വിസിറ്റർ സെൻ്റർ ഉണ്ട്. പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. വേറെ അവിടെ യാതൊരു സംവിധാനവും ഇല്ല. അവിടുന്ന് 30 കിലോമീറ്റർ തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് വേറെ എന്തെങ്കിലും താമസിക്കാനോ ഒക്കെ ഷോപ്പിങ്ങോ വല്ലതൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഈ സ്ഥലം രാവിലെ 11 മണിക്ക് തുറക്കും. ഇത് സമ്മറിലെ ടൈം ടേബിളാണ് ഞാൻ പറയുന്നത്. രാവിലെ 11 മണിക്ക് തുറന്നാൽ രാത്രി 1 മണിക്ക് അടയ്ക്കും. അപ്പോൾ അത്രയും സമയം നമുക്ക് അവിടെ കഴിയാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിയാനും പറ്റില്ല. അപ്പം അവിടെ ആകപ്പാടെ ഈ കടലിനോടിൻ്റെ സൈഡിൽ ക്ലിഫിൻ്റെ മുകളിൽ ഒരു വലിയ സ്റ്റീൽ ഗ്ലോബ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അതേ ഉള്ളൂ, അല്ലാതെ വേറെ യാതൊരു സംവിധാനങ്ങളും ഇല്ല. പക്ഷെ നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അവിടെ നിങ്ങളെപ്പോലുള്ളവരല്ലാത്ത ടൂറിസ്റ്റുകളും ധാരാളം എത്തുന്ന ഒരു സ്ഥലമാണ്. ധാരാളം എത്തുന്ന സ്ഥലമാണ്. ഇപ്പം നോർത്ത് കേപ്പിലേക്ക് ഞങ്ങളുടെ ഈവൻറ്റിൻ്റെ പാർട്ടായിട്ട് സൈക്കിളിൽ വരുന്നവരുണ്ട്, അല്ലാതെ സൈക്കിളിൽ വരുന്നവരുണ്ട്, ബൈക്കിൽ മോട്ടോർ ബൈക്കിൽ വരുന്നവരുണ്ട്, മറ്റേ ക്യാരവൻസിൽ വരുന്നവരുണ്ട്, ബസ്സുകളിൽ വലിയ ടൂറിസ്റ്റ് ബസ്സുകളിൽ വരുന്നവരുണ്ട്. അവിടെ നിങ്ങളുടെ ഈ സമാപിക്കുമ്പോൾ എന്തായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതി? അല്ലെങ്കിൽ അവിടെ സംഘാടകരുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ റിവാർഡ്സ് തരുന്ന അല്ലെങ്കിൽ മെമൻറ്റോസ് മെഡൽ ഒക്കെ തരുന്ന ഇവൻ്റ് ചടങ്ങ് വല്ലതും ഉണ്ടോ? അതോ കഴിഞ്ഞു പോവുക എന്നുള്ളതേ ഉള്ളൂ? മെഡൽസ് ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഒരു മൊബൈൽ ആപ്പിൽ ട്രാക്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവർക്കറിയാം ഇന്നൊരു ഇതും വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവർക്കൊരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഈ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഞങ്ങൾക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പം അതിൻ്റെ ഫോട്ടോ പുള്ളി ക്യാപ്ചർ ചെയ്തു. അന്നേരം തന്നെ പുള്ളി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി ഈ ഗ്ലോബിൻ്റെ അടുത്ത് നിർത്തി പുള്ളിയുടെ ക്യാമറയിലും നമ്മുടെ ഫോണിലും ഒക്കെ പുള്ളി ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവർ ഫൈനൽ സർട്ടിഫിക്കറ്റ് സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് തരും. ഇതിന് മെഡലൊന്നുമില്ല, ഈ സർട്ടിഫിക്കറ്റ് സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് തരും. അതോടെ പിന്നെ നമ്മൾ ഫ്രീ ആയി. ശരിക്കും ഇങ്ങനെ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചിലവ് വരും? ഇത് രഹസ്യമാണ്. കാരണം എൻ്റെ ഭാര്യയൊന്നും ഇത് കേൾക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. ഭാര്യ ഒരിക്കലും കേൾക്കില്ല. ഈ ഇവൻറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ യാത്രാ ചിലവുകളും പിന്നെ അവിടുത്തെ താമസം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 6 to 7 lakhs നമുക്ക് ഇതിന് ചിലവായിട്ടുണ്ട്. കാരണം ഇത്രയും ദിവസം യൂറോപ്പിൽ ടൂർ നടത്തിയാലും ഏതാണ്ട് ഇത്രയൊക്കെ തന്നെ ആവും. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ബൈക്കിൽ വാങ്ങിച്ച ബൈക്കിൻ്റെ സ്പെയേഴ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ 6 ലക്ഷം രൂപ കൊണ്ട് തീർന്നു. സൈക്കിളിൻ്റെ വിലയല്ലാത്തത് ബാക്കിയുള്ളതൊക്കെ ഒരു 6 ലക്ഷം രൂപ. അതൊരു ന്യായമായ ചിലവ് തന്നെയാണ്, അല്ലാതെ അതൊരു വളരെ അതിരുകവിഞ്ഞൊരു ചിലവെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ആയിരുന്നല്ലോ ഭക്ഷണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അതൊരു വലിയ എങ്കിൽ പോലും പല സൂപ്പർ മാർക്കറ്റിലും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ 50 യൂറോയും 40 യൂറോയും ഒക്കെ ഒരു തവണ കയറി ഇറങ്ങുമ്പോൾ എത്തും. എങ്കിലും ഏതാണ്ട് ഒരു 6 to 7 lakhs ആണ് പെർ ഹെഡ് ആയത്. പിന്നെ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നതുകൊണ്ട് ചിലവ് കുറച്ച്, കാരണം ഈ ഹോട്ടലൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ 2 പേരുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ചിലവ് കുറഞ്ഞ് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സൈക്കിളുമായിട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സൈക്ലിങ് ഒരു പാഷനായി മാറിയ നിരവധി ചെറുപ്പക്കാരിപ്പോൾ ഉണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ പ്രചോദനം നൽകുന്ന ഒരാളാണ് ഫെലിക്സ്. പുതിയ സാധ്യതകൾ തേടി ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ച് രാജ്യങ്ങൾ കടന്ന് സൈക്കിൾ ചവിട്ടുന്ന ഒരു സംസ്കാരം, ആരോഗ്യത്തിന് ഉതകുന്ന ഒരു കാര്യം എന്നതിലപ്പുറം എക്സ്പ്ലോറേഷൻ എന്നൊരു സ്പിരിറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഫെലിക്സിനെ പോലെ ധാരാളം ആളുകൾ കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ സൈക്ലിംഗ് പാതയിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു.